നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. നമുക്ക് ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത് ഇന്നലെ ചെയ്ത് തുടങ്ങിയ ദീപകിന്റെ മരണവുമായി പക്ഷെ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ശബരിമലയെ കുറിച്ച് ചില കാര്യങ്ങൾ പറയണം. ഇന്ന് ചില ഡെവലപ്മെന്റ് ഉണ്ട്, ഇന്നലെ ഹൈക്കോടതിയിലുണ്ട്. എന്താ ഇന്ന് ഉള്ള ഏറ്റവും വലിയ ഡെവലപ്മെന്റ്? രാവിലെ ED അങ്ങ് റെയ്ഡ് തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ എല്ലാ 21 കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൊള്ള മാത്രമല്ല, ഇത് കള്ളപ്പണ ഇടപാടിൽ നടന്നിട്ടുണ്ടെന്നുള്ള ബലമായ സംശയമുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാ വീടുകളിലും ഓഫീസുകളിലൊക്കെ തന്നെ ED പരിശോധനയ്ക്ക് എത്തിക്കഴിഞ്ഞിരിക്കും. ED എന്താണ് വൈകുന്നതെന്ന് ഞാൻ അന്വേഷിച്ചിരുന്നു. കാരണം ED നേരത്തെ പലപ്പോഴും കേട്ടാണല്ലോ ECR ഇട്ടിരുന്നു. പക്ഷേ അപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം ശരിയാണെന്ന് ഇന്ന് ബോധ്യമായി. എനിക്ക് കിട്ടിയ ഉത്തരം ED തൽക്കാലം ഇവന്മാരെല്ലാം ജയിലിലാണല്ലോ, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം അവിടെ കിടക്കട്ടെ, അവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനാകുമ്പം നമുക്ക് മതി എന്ന രീതിയിലാണ് നിൽക്കുന്നത്. ഇവർക്ക് ചിലർക്ക് ജാമ്യം കിട്ടുമോ എന്നുള്ളൊരു സംശയം 90 ദിവസം പൂർത്തിയായി. അല്ല, അത് കഴിഞ്ഞപ്പോൾ അവർക്ക് അടുത്ത കേസ് ജാമ്യം കിട്ടിയാൽ അപ്പോൾ ED അറസ്റ്റ് ചെയ്യും. EDയുടെ ഇപ്പോഴത്തെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ തൽക്കാലം ഇവരന്വേഷിക്കട്ടെ, ഇവരുടെ അന്വേഷണം പൂർത്തിയായി. കാരണം ഇവർക്ക് കള്ളപ്പണം മതിയല്ലോ. ഈ കള്ളപ്പണവും ഈ മോഷണം അന്വേഷിക്കുന്നത് SIT ആണ്. അങ്ങനെയാണെങ്കിൽ CBI വന്നാൽ അവർ അന്വേഷിക്കുന്ന മോഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. CBI സമഗ്രമായി അന്വേഷിക്കും. കാരണം ഈ അന്വേഷണം കൈമാറുവാണ്. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ CBI എന്ന് പറയുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ഏജൻസിയാണ്. ഈ CBI അന്വേഷിക്കുന്നത് SITക്ക് അന്വേഷിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ കേരള പോലീസിന് കീഴിലുള്ള SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ആ അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ അപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചാൽ CBI അന്വേഷിക്കും. ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചത് ഇക്കാര്യം. അല്ല, അങ്ങനെ വന്നാൽ SIT ഈ ഫയൽ പൂർണ്ണമായും കൈമാറും. പക്ഷെ അത്തരമൊരു സാഹചര്യം ഉണ്ടാവത്തില്ല. കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഒന്നവർക്ക് പൊളിറ്റിക്കൽ സമ്മർദ്ദത്തിന് വഴങ്ങാൻ പറ്റത്തില്ല. ഇനി അഥവാ അവർ വല്ല കൃത്രിമം കാണിച്ചാൽ ഇത് ഹൈക്കോടതി എടുത്ത് CBIക്ക് ഏൽപ്പിക്കുമെന്ന് ഈ SITക്ക് അറിയാം. CBI തയ്യാറാണെന്ന് മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ SITയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരിയറിൽ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. എന്ന് മാത്രമല്ല, സർക്കാർ അധികം കാലം ഉണ്ടാവത്തില്ലെന്ന് അവർക്കറിയാം. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അപ്പം ഇനി അഥവാ അവർ തുടർന്നെന്ന് വെച്ചോളൂ, തുടർന്ന് വെച്ചാലും തൽക്കാലം അവരനുസരിച്ചില്ലെങ്കിലും കോടതിയെ പേടിച്ചിട്ടാണെന്ന് പറഞ്ഞ് നിൽക്കാം. അതുകൊണ്ട് SIT സാമാന്യം ഭേദപ്പെട്ട തരത്തിൽ തന്നെ അന്വേഷിക്കും. പക്ഷേ ഇവർക്ക് ജാമ്യം കിട്ടി പുറത്തു വന്നാലും പുറത്തു വരവ് നടക്കൂല. ED പിടിച്ച് അകത്തിടും. അപ്പം ED ഇതൊന്നും അന്വേഷിക്കത്തില്ല, കള്ളപ്പണ ഇടപാടുകൾ മാത്രം. ഈ പണം അടിസ്ഥാനപരമായി കൈമാറിയിരിക്കുന്നത് കള്ളപ്പണം തന്നെ ആയിരിക്കുമല്ലോ. കാരണം ഇത് വിദേശ ബന്ധങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പിന്നിൽ പണവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. എനിക്ക് അറിയേണ്ട ഒരു കാര്യം, ഈ നമ്മുടെ KP ശങ്കർദാസിന്റെ വീട്ടിൽ റെയ്ഡ് നടന്നു തോന്നല്ലേ? കാരണം എല്ലാ പ്രതികളുടെ വീട്ടിലുണ്ടോ ആ വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കേരള പോലീസിന്റെ വീടാണ്. ഞാൻ വളരെ വിചിത്രമായിട്ട് കഴിഞ്ഞ ദിവസം യാദൃച്ഛികമായി കേസ് അന്വേഷണവുമായി ബന്ധമുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരാളെ ഞാൻ കാണുന്നു ഒരു ചടങ്ങിൽ വെച്ച്. അപ്പം എനിക്ക് ഇദ്ദേഹത്തെ അറിയാമെങ്കിലും ഇദ്ദേഹത്തിന് ഈ കേസ് അന്വേഷണത്തിൽ നിർണായകമായ SITയിലുള്ള ആളല്ല, പക്ഷെ കേസ് അന്വേഷണത്തിൽ നിർണായകമായ പദവി വഹിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ഒത്തിരി കഥ പറഞ്ഞു. എന്നുവെച്ചാൽ എന്നോടൊന്ന് പുറത്തു വിടുന്നു പറഞ്ഞ കാരണം ഞാനൊന്നും പറഞ്ഞു ഒരു കഥ പറയാതിരിക്കുന്ന വരത്തില്ല. അദ്ദേഹം ഞാൻ എന്നോട് മാത്രമല്ല കുറേ അധികം ആളുകളുടെ മുമ്പ് വെച്ച് ഈ കഥ പറഞ്ഞത്. ആ സംഭവം ഞാൻ ഇന്നലെ ഒരു വീഡിയോ സൂചിപ്പിച്ചു. അതായത് ഈ ശങ്കർദാസിന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഇതിനകത്ത് പങ്കുണ്ടെന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞു. ഈ മോഷണത്തിൽ പങ്കുണ്ടെന്ന് തോന്നുന്നു. അല്ല, പങ്കുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ അദ്ദേഹം നിയമപരമായി പ്രതിയാണ്. ഈ നിയമപരമായി പ്രതിയായിരിക്കുന്ന കക്ഷി ജയിലിൽ പോകാതിരിക്കാൻ പരമാവധി പോലീസ് സഹായിച്ചെന്ന് പറഞ്ഞു. അതായത് ഇദ്ദേഹത്തിന് ഈ പക്ഷാഘാതമൊന്നുമില്ല. പക്ഷേ 85 വയസ്സായതിൻ്റെ ആരോഗ്യ പ്രശ്നമുണ്ട്. അദ്ദേഹം വീട്ടിൽ തന്നെയായിരുന്നു. അപ്പം ആദ്യം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു. അന്ന് ഇദ്ദേഹത്തിന് അത്യാവശ്യം ഇദ്ദേഹത്തിൻ്റെ മകൻ പോലീസുകാരനാണല്ലോ, ഓഫീസറാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് വരത്തില്ല, 2 അംഗങ്ങളിലേക്കും വരത്തില്ല, പത്മകുമാർ മാത്രമേ ഉള്ളൂ എന്നായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ നിഗമനവും. അങ്ങനെ അതിന് മുമ്പോട്ട് തീരുമാനിച്ചു. പക്ഷേ പിന്നീട് ഹൈക്കോടതി നിരന്തരമായി ഇടപെടാൻ തുടങ്ങിയപ്പോൾ ജയകുമാറിനെ അറസ്റ്റ് ചെയ്തു. ഈ KP വിജയകുമാർ അറസ്റ്റ് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് പേടിയായി തുടങ്ങി. സ്വാഭാവികമാണ്. അത് കഴിഞ്ഞ് ഇയാളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് ചോദിച്ചാൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് അസുഖം വന്നു. അതായത് ഭയന്നിട്ട് അദ്ദേഹം മാനസിക പക്ഷാഘാതം വന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായി. അങ്ങനെ നേരെ SP ഫോർട്ട് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. SP ഫോർട്ട് ആശുപത്രി അത്യാവശ്യം പോലീസുമായിട്ട് നല്ല ബന്ധമുള്ള ആശുപത്രിയാണ്. SP ഫോർട്ട് ആശുപത്രി ഫുൾ ടൈം അദ്ദേഹത്തിന് ICU കിടക്കേണ്ട സാഹചര്യം ഇല്ല. കാരണം ICUവിൻ്റെ ആരോഗ്യസ്ഥിതി ഇല്ല. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ICU ഇടാൻ പറ്റത്തില്ലല്ലോ, കാരണം ഇഷ്ടംപോലെ രോഗികളും മറ്റുമുണ്ടല്ലോ. ഇവർ വേറൊരു ഫ്ലോറിൽ സ്പെഷ്യൽ ICU സെറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെളിയിൽ നിന്ന് ആർക്കും കാണാൻ പറ്റത്തില്ല. അകത്ത് കയറുന്ന ബയോമെട്രിക് വെച്ചാണ്. അപ്പോൾ അകത്ത് അയാൾ ICU കിടക്കുകയോ ഇരിക്കുകയോ ചീട്ട് കളിക്കുകയോ എന്നെ ഇതിലാരും അറിയത്തില്ല. അപ്പോൾ ഇത്തരത്തിലാണ് ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോയത്. ഈ ഇൻഫർമേഷൻ SITക്ക് കിട്ടുന്നു. അപ്പോൾ മെഡിക്കൽ റെക്കോർഡ്സിലല്ല ഇദ്ദേഹത്തിന് പക്ഷാഘാതം. പക്ഷേ SITക്ക് വിശ്വാസമില്ല. അപ്പോൾ അവസാനം ഇവരെന്ത് ചെയ്തു?
എന്നോട് ഈ ഉദ്യോഗസ്ഥൻ ഈ ഓഫീസർ പറഞ്ഞാണ്, ഇവർ ഈ ആശുപത്രിയുടെ ഈ പുതിയ ഹോസ്പിറ്റലാണല്ലോ SP ഹോസ്പിറ്റൽ പുതിയ ഹോസ്പിറ്റൽ, അതിന് പ്ലാനിങ് പെർമിറ്റ് എടുത്തു എന്ന് വെച്ചാൽ ബിൽഡിംഗ് പ്ലാൻ ബിൽഡിംഗ് പ്ലാൻ. അപ്പോൾ ഇങ്ങനൊരു ICU ഇല്ല, ഈ ICU ബിൽഡിംഗ് പ്ലാനിലില്ല. അപ്പോൾ അവരോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നമ്മളിതങ്ങ് കൈകാര്യം ചെയ്യാൻ പോകുന്നു, ആ പടം വരണ്ടു. ഇതിനിടെ മറ്റൊരു സംഭവം, ഇവരൊരു മെഡിക്കൽ ബോർഡ് എങ്ങാണ്ട് ഉണ്ടാക്കിയിട്ട് മെഡിക്കൽ ബോർഡ് ചെറിയ ഇയാളെ ഭാഗികമായി സംരക്ഷിക്കാൻ പറ്റുന്ന റിപ്പോർട്ട് കൊടുത്തിരുന്നു. പക്ഷേ അതിനകത്തൊരു അബദ്ധം ഉണ്ടായിരുന്നു, ഇയാളെ മാനസികാരോഗ്യം മോശമെന്നോ. ഉടനെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടു ഇയാളെ ഊളംപാറയിലേക്ക് മാറ്റണമെന്ന്. സർക്കാർ മാനസികാരോഗ്യ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങനെയാണ് അവസാനം ഈ കൊല്ലം വിജിലൻസ് ജഡ്ജി നേരിട്ട് ഇവിടെ വരുന്നു. വിജിലൻസ് ജഡ്ജി നേരിട്ട് രേഖകളെല്ലാം പരിശോധിച്ചു, സാറ്റിസ്ഫൈഡില്ല, ഉടനടി മാറ്റാൻ ഉത്തരവിട്ടു, റിമാൻഡ് ചെയ്തു. റിമാൻഡ് ഇവിടെ പറ്റത്തില്ല ഉടനെ. അപ്പോൾ പറഞ്ഞു ആരോഗ്യ പ്രശ്നം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിക്കോളാം പറഞ്ഞു. അപ്പം ഇതാണ് ആ സംഭവിച്ചത്. ഇതൊരു കാര്യത്തിനോടനുബന്ധിച്ച് എനിവേ ഇതിനകത്തൊരു കാര്യം ഹൈക്കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നില്ല ഇക്കാര്യത്തിൽ. അന്വേഷണം നേരെ ശരിയായ രീതിയിൽ പോകുന്നതിനെ കുറിച്ചൊക്കെ തന്നെ ഹൈക്കോടതി ഭയങ്കര ശക്തമായ തോതിലുള്ള ഭാഷ ഇന്നലെയും മുന്നറിയിപ്പ്. എനിക്ക് തോന്നുന്നു ഇന്നലെ ഹൈക്കോടതിയിൽ ഈ റിപ്പോർട്ട് വന്നു ആദ്യമായിട്ട്. ഇന്നലെ നേരിട്ട് ADGP വെങ്കടേഷും ഇതിൻ്റെ ശശിധരനും കൊണ്ട് ഹാജരാക്കുമായിരുന്നു. അപ്പോൾ ഈ റിപ്പോർട്ട് അനുസരിച്ച് 2-3 കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടെ ഒരു സാധനവും ഇല്ല എന്ന് ബോധ്യമായിട്ടുണ്ട്. കൊണ്ട വെച്ചിരിക്കുന്നെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ബോധ്യമായിട്ടുണ്ട്. അതാണ് പ്രധാനമായിട്ട് ചോദിച്ചൊരു ചോദ്യം. ഇനി അയ്യപ്പനെ കൊണ്ട് പരിശോധിക്കണം, അയ്യപ്പൻ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ പരിശോധനകൾ എല്ലാം കഴിഞ്ഞതോടുകൂടി ഇവർ പറഞ്ഞിരിക്കുന്നത് ഇനി ഒരു 20 വർഷത്തെ 2 ദശാബ്ദത്തിലെ കണക്ക് മൊത്തത്തിൽ കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ്. കാരണം ഈ കൊണ്ടുപോയ സാധനം അല്ല തിരിച്ചു കൊണ്ടുവന്നത് തന്നെ ബോധ്യമായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളെ എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. അത് ഇവർ മാത്രമായിരിക്കത്തില്ല, ഇതിൻ്റെ മുൻ ഭരണസമിതികളൊക്കെ ഉറപ്പായിട്ടുണ്ട്, പണ്ടിരുന്നവരെല്ലാവരും എല്ലാവരും അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ശബരിമലയെക്കുറിച്ചൊരു സമഗ്ര അന്വേഷണമാണ്. എന്തായാലും SITക്ക് ഇനി ഈ അവരുടെയൊക്കെ റിട്ടയർ ചെയ്യുന്നത് ഇവിടെ നിന്ന് റിട്ടയർ ചെയ്യാം ഇവർക്കെല്ലാം. അതെ, കാരണം എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ അന്വേഷണം നടക്കും, പല കേസുകളുണ്ടാവും. ഇപ്പം തന്നെ ഈ 2 കേസിൽ 3-5 പ്രതികളെ അറസ്റ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. പുതുതായി പണ്ടൊരിക്കലും എൻ്റെ ദേവസ്വം ബോർഡ് ജോലിയാണ് നമ്മളൊരു അടുത്ത സുഹൃത്ത് പറഞ്ഞത്, ഈ വരുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളെയൊക്കെ തന്നെ ഈ ഉദ്യോഗസ്ഥന്മാർ ആദ്യം തന്നെ അങ്ങ് അവരെ ചുറ്റും നിന്ന് അവരെ സോപ്പിട്ട് മണിയടിച്ച് അകത്ത് ചെന്ന് അവരായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയിട്ട് ഈ ഇത്തരം സാധ്യതകൾ ഇവർ പറഞ്ഞു കൊടുക്കുമെന്നാണ്. ഇവിടെ നിങ്ങൾക്ക് എങ്ങനെ ഏതൊക്കെ രീതിയിൽ ഇവിടെ നിന്ന് അടിച്ചു മാറ്റാമെന്ന്. ഈ അഴിമതി വിളയാടുന്ന സർക്കാർ സംവിധാനങ്ങളിൽ അഴിമതി ഇല്ലാത്ത ഒരാൾക്ക് നിശബ്ദനായിരുന്നില്ലേ പണി കിട്ടും. വളരെ നിശബ്ദനായിരുന്ന സഹോദരൻ ഒരുപാട് സ്ഥലങ്ങളിൽ അതെല്ലായിടത്തുമാണ്. ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ശ്രീനാദേവി കുഞ്ഞുമടി ഇൻ്റർവ്യൂ ഞാൻ എടുത്തു. ഞാൻ കമ്പാരിറ്റീവ്ലി ഭേദപ്പെട്ട പാർട്ടിയാണ് CPI എന്ന് കരുതിയിരുന്നത്. CPIയിലെ ചില നേതാക്കൾക്ക് ഈ ശ്രീനാദേവി കുഞ്ഞമ്മയോട് മറ്റു ചില താല്പര്യങ്ങളുണ്ടായി. അവരതിന് വഴങ്ങാതെ വന്നതോടെ അവരെ ഒറ്റപ്പെടുത്തി മോശക്കാരിയാക്കി അഴിമതി അവരുടെ മെമ്പർഷിപ്പ് വരെ ഇല്ലാതാക്കി അവരെ പൂർണ്ണമായി ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച ഒരു ഭീകരമായ പീഡനത്തിൻ്റെ കഥയുണ്ട്. ഇത് എക്കാലത്താണ് ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ നിന്നില്ലെങ്കിൽ നിങ്ങളുടെ പണി കിട്ടുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ അഴിമതിക്കുള്ള സംഭവം അങ്ങനെയാണ്. നിങ്ങൾ അഴിമതിക്കാരനല്ലെങ്കിലും നിങ്ങൾ കണ്ണടച്ചില്ലെങ്കിൽ പണി കിട്ടും. തോടരാജശേഖര സാറിൻ്റെ അദ്ദേഹം PRD ആണെന്ന് പറയുന്നതിൻ്റെ സർവീസ് സ്റ്റോറി ഉണ്ടല്ലോ, ഉദ്യോഗ പർവ്വം, അതിൽ CPIക്കാർ അദ്ദേഹത്തോട് കാണിച്ച കൂട്ടിയ ഈ ഇത്തരം വൃത്തികളെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട്. എന്തായാലും ശ്രീനാദേവിയുടെ ഇന്നലെ കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. നമ്മൾ മറുനാടൻ സ്പെഷ്യൽ കൊടുത്തിട്ടുണ്ട്, പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടിട്ടില്ലാത്തവരാണ്. മറുനാടൻ സ്പെഷ്യലിൻ്റെ അകത്ത് ശ്രീനാദേവിയുടെ പോഡ്കാസ്റ്റ് വിശദമായി കൊടുത്തിട്ടുണ്ട്. നല്ല രസമുള്ള ഇൻ്റർവ്യൂ ആയിട്ട് വന്നിട്ടുണ്ട്. എനിവേ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. പറയൂ രാജ്മോഹൻ, നമ്മുടെ ഏറ്റവും സങ്കടകരമായ ദീപകിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇപ്പോൾ അവസാനം നമ്മൾ ഈ ചർച്ച റെക്കോർഡിന് തൊട്ട് മുമ്പ് കിട്ടിയ വിവരം അനുസരിച്ചാണെങ്കിൽ ഈ CCTV പരിശോധിക്കാൻ പോവുകയാണ് പോലീസ്, ഈ ബസ്സിനുള്ളിലെ CCTV. കാരണം ഈ പെൺകുട്ടി പറഞ്ഞ സിഞ്ചിത പറഞ്ഞ കാര്യങ്ങൾ പലതും കള്ളമാണ് എന്ന് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർക്കൊന്നും വളരെ പോലീസ് സ്റ്റേഷനുള്ളവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഈ ബസ്സിൻ്റെ ഉടമകൾക്കോ ബസ്സിൻ്റെ ഡ്രൈവർക്കോ കണ്ടക്ടർക്കോ ആർക്കും ഇതിനെക്കുറിച്ച് ഒരു പിടിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്. ഒരു സ്ത്രീയോട് ഒരു പൊതു ഇടത്തിൽ വെച്ച് മോശമായി ആരെങ്കിലും പെരുമാറിയാൽ അതിന് ഒരു വിറ്റ്നസ് എങ്കിലും ഉണ്ടാവണം. ഇപ്പം ബസ്സിലാണ് സംഭവിച്ചിരിക്കുന്നത്. ബസ്സിലെ നിറയെ യാത്രക്കാർ നിൽക്കുമായിരുന്നു, ഇരിക്കുമായിരുന്നു. ഈ ബസ്സിൽ ഒരു യാത്രക്കാരും അറിഞ്ഞിട്ടില്ല. ഇത് മാത്രമല്ല, ബസ്സിലെ കണ്ടക്ടർ അറിഞ്ഞിട്ടില്ല, ഡ്രൈവർ അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ സംഭവം പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് തന്നെ ഇവരുടെ ഇൻറ്റൻഷൻ വ്യക്തമാക്കുന്നു. ഒരു ഇരയെ തേടി ഇറങ്ങിയത് തന്നെയാണ്. അതിൽ നമ്മൾ ഈ വീഡിയോ പൂർണ്ണമായും നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടുന്നൊരു കാര്യം, ഇവർ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ അറിയുന്നില്ല. അയാൾ കൂളായിട്ട് നിൽക്കുന്നു. അയാളിപ്പോൾ ഏതോ ഇന്നത്തെ കാലത്തെ പിള്ളേരല്ലേ എന്നോർത്ത് അയാൾ ഗവനിക്കുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് ഇയാൾ ഇറങ്ങിപ്പോകുമ്പം പിന്നാലെ പോയി റെക്കോർഡ് ചെയ്യുക.
ആ സമയത്താണ് നമുക്ക് ആകപ്പാടെ ഈ മുട്ടി എന്നൊരു തോന്നൽ പോലും ഉണ്ടാകുന്നത്. അത് സ്ലോ മോഷനിൽ കാണിക്കുന്നുണ്ടാണ്. ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി നമ്മൾ ഇങ്ങനെ ഞാനിപ്പോൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സംസാരിക്കുന്നു, ഇത് സ്ലോ മോഷനിൽ ഇട്ടാലോ? ഇപ്പം ഞാൻ ഇങ്ങനെ കൈവച്ചിരിക്കുന്നു, ഇങ്ങനെ വരുന്നുണ്ട് കാണിക്കും. അപ്പോൾ ഇത് വളരെ ഇറങ്ങാൻ നേരത്തെ നമ്മളെല്ലാവരും ഇറങ്ങാൻ നേരത്തെ അല്പം ധൃതി കാണിക്കും, കാരണം അവിടെ കയറാൻ ആൾ നിൽക്കുകയായിരിക്കും. അതെ. അപ്പോൾ ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സാഹചര്യം. അതായത് നമ്മളൊരു സ്ഥലത്തുണ്ടാവുമ്പോൾ പലപ്പോഴും ഇന്നലെ ഞാൻ വേറൊരു വീഡിയോ കണ്ടു. ഒരു തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ 2 പേര്, സ്ഥലം ഞാൻ മറന്നുപോയി. തൊട്ടപ്പുറത്തെ പിള്ളേർ വഴക്കുണ്ടാക്കുന്നു. പിള്ളേരല്ല, ഈ ഇപ്പോഴത്തെ ന്യൂജൻ ചെറുപ്പക്കാരെന്തോ പറഞ്ഞ് അലമ്പുണ്ടാക്കുകയാണ്. ഈ അലമ്പിൻ്റെ ഇടയിൽ അവൻ്റെ കയ്യിലിരുന്ന കുപ്പിയിൽ നിന്ന് വെള്ളം തെറിച്ച് വന്ന് ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആളുടെ മേത്തിലേക്ക്. സ്വാഭാവികമായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും, വെള്ളം നമ്മൾ ചാടി എണീക്കുമല്ലോ. ചാടി എണീറ്റ് എന്തുവാ മര്യാദയ്ക്ക് അയാൾ പറഞ്ഞു, എന്തുവാ മോനെ, ഒന്ന് ശ്രദ്ധിക്കത്തില്ല, ഇത്ര പറഞ്ഞോളൂ, വഴക്കുണ്ടാക്കിയിട്ടില്ല. ഇറങ്ങി വരിക, ഇറങ്ങി വന്നിട്ട് കുപ്പിയിരുന്ന് വെള്ളം മുഴുവൻ അവിടെ ഒഴിക്കുക. എന്നിട്ടും ഇയാൾ പ്രതികരിക്കുന്നത്, കാരണം ഇയാൾക്ക് മനസ്സിലായി ഇമാർ തല്ലുവാണ്. അപ്പം നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ നമുക്ക് സുരക്ഷിതമായി വെളിയിൽ പോയിട്ട് തിരിച്ചു വരാൻ പറ്റില്ല. വൃത്തിയോട് കാണിച്ചാൽ നമ്മൾ കണ്ടുകൊണ്ട് പോകാനേ പറ്റുള്ളൂ, ശരിയെന്ന് പറഞ്ഞാൽ പോകാനേ പറ്റുള്ളൂ. ഏത് സാഹചര്യവും അപകടം. കാരണം അതുപോലെ ലഹരിക്ക് അടിമപ്പെട്ട് ഞാൻ പറഞ്ഞ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്, അദ്ദേഹം ഒരു കടുത്ത CPM കാരനാണ്. അദ്ദേഹം വിദേശത്തായിരുന്നു. അപ്പം ഞാൻ ഈ CPM ചീത്ത വിളിക്കുന്നതിന് പേരിൽ എന്നോട് പ്രതിഷേധിക്കുകയും ഫേസ്ബുക്കിലൂടെ എനിക്കെതിരെ പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ എന്നോടുള്ള സൗഹൃദം ഒരിക്കലും കളഞ്ഞിട്ടില്ല. അത് വിദേശ ജീവിതമൊക്കെ മതിയാക്കി നാട്ടിൽ ജീവിക്കാൻ തീരുമാനിച്ചു. നാട്ടിൽ വന്ന് നാട്ടുംപുറത്ത് അയാൾ ചില പരിപാടികളുടെയൊക്കെ നേതൃത്വമൊക്കെ കൊടുത്ത്, അധികം കാലമായിട്ടാണ് നാട്ടിൽ വന്നിട്ട് ഈ നേതൃത്വമൊക്കെ കൊടുത്ത് അദ്ദേഹം ആ പരിപാടി നടക്കുന്ന 2 ദിവസം മുമ്പ് ടൗണിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാണ്. ആരോ വന്ന് അലമ്പുണ്ടാക്കി അയാളെ പിടിച്ച് അടിച്ച്, ഭയങ്കര ദയനീയ സ്ഥിതിയാണ്. ഇപ്പോഴാണ് അയാൾക്ക് പിടികിട്ടത് കേരളത്തിൻ്റെ അവസ്ഥ ഇതാന്നുള്ള കാര്യം. എന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിലൂടെ ഇറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അത് നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ തന്നെ വല്ലവരും വന്ന് ഓവർടേക്ക് ചെയ്ത് നമ്മൾ കണ്ടുകൊണ്ട് മിണ്ടാതെ പോയത് നല്ലതാണ്. ഏറ്റവും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്നെ കേൾക്കുന്ന, ഞങ്ങളെ കേൾക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ വണ്ടി ഓടിച്ചു പോകുന്ന വഴിക്ക് റോഡ് റേജ് ഉണ്ട്. നിങ്ങളെക്കാൾ വേഗത്തിൽ ഒരുത്തിന് ഓവർടേക്ക് ചെയ്ത് പോട്ടെന്ന് വെക്കണം. അവനെ പിടിച്ച് അവനെ കയറ്റി വിടാതെ നോക്കാൻ ശ്രമിക്കരുത്. അത് ഓരോ ഇന്നത്തെ കാലത്ത് ഭ്രാന്താണ്. നമുക്ക് കംഫർട്ടബിളായ സ്പീഡിൽ പോവുക, പതിയാണ് പോകുന്നത്, ഒതുങ്ങിപ്പോയില്ലേ ഈ പുറകെ വന്ന് നമ്മളെ ഉപദ്രവിക്കും. എന്തൊക്കെ ആയുധങ്ങളുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ആകെപ്പാട് 2 കാര്യം, നമുക്ക് പതിയെ പോകണതിന് പതിയെ ഒതുങ്ങി പോവുക. ഇനി നമുക്ക് വേഗതയിൽ പോകണം. നമ്മളിപ്പോൾ അത്യാവശ്യം സ്പീഡിലായിരിക്കും പോകുന്നത്, നമ്മളൊരു 70-80 കിലോമീറ്റർ സ്പീഡിലായിരിക്കും പോകുന്നത് വരുന്നത്. അതിനേക്കാൾ വേഗതയിൽ ഒരുത്തുമ്പോൾ അവൻ പോട്ടെന്ന് വെക്കണം. അവനോട് നമ്മൾ ഈഗോ കാണിച്ചൊരിക്കരുത്. എങ്ങാനും തടഞ്ഞു നിർത്തി ഗുണദോഷിക്കാൻ പോയാൽ അവൻ നമ്മളെ ആക്രമിക്കാൻ വരും. ഗുണദോഷിക്കൊന്നും വേണ്ട, ഒന്നും വേണ്ട. ഇവന്മാരൊക്കെ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് എന്തും കൊണ്ടാണ് വന്ന് നമ്മൾ ഉപദ്രവിക്കുന്നു പറയാൻ പറ്റുന്ന കാര്യം. വല്ലാത്തൊരു കാലമാണ്, ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ പോയിന്റ് അതല്ലല്ലോ. നമ്മുടെ പോയിന്റ് ഈ പറയുന്ന ഈ പെൺകുട്ടി ഇറങ്ങാൻ നേരത്തെ പുറകെ നടന്ന് ആ പെൺകുച്ചിനെ വീഡിയോ എടുത്തിട്ടാണ് ഇവൾ ഈ സീൻ ഉണ്ടാക്കിയത്. ഇവളുടെ ലക്ഷ്യം വളരെ കൃത്യമായിരുന്നു. അവളുടെ വീഡിയോ മാക്സിമം ആളുകൾ, മാത്രമല്ല കറക്റ്റായിട്ട് അവരുടെ മുഖത്ത് ആ ഭാവം വരുന്നുണ്ട്, സന്തോഷമാണ്. ഒരു നല്ല, അതായത് രാവിലെ മുതൽ അവർ തപ്പി നടന്നിട്ട് അവർക്ക് വൈകുന്നേരം ഇറങ്ങാറായപ്പോഴത്തേക്കും ഇയാളെ സ്പർശിച്ചു എന്ന തരത്തിലേക്ക് വീഡിയോ കിട്ടിയതോടുകൂടി ആവേശം ഇറങ്ങിയ ആൾക്കെല്ലാം സംഭവിക്കുന്ന ആ സന്തോഷം, മാനസിക സന്തോഷം ഉണ്ടല്ലോ, അത് തന്നെയാണ് അവിടെ സംഭവം. വളരെ സങ്കടകരമായ ഇത് നമ്മുടെ വീഡിയോ ഇത് സംബന്ധിച്ച് ഞാൻ അവരെ കണ്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓർത്തത് ഈ പഴയ സുകുമാർ കുറുപ്പിന്റെ കഥയാണ്. സുകുമാർ കുറുപ്പിന് അയാളുടെ അതേ രൂപത്തിലുള്ള ഒരാളിനെ തേടി നടക്കാണ് വണ്ടിയിലിട്ട് കത്തിക്കാൻ വേണ്ടി. അങ്ങനെ പോകുമ്പോഴേ പാവപ്പെട്ട ചാക്കോയെ വഴി വെച്ച് കണ്ടുമുട്ടുന്നത്. ഒരു ഇരയെ കിട്ടി, എല്ലാവരും ഹാപ്പിയാണ്. ഈ വണ്ടിയിൽ കുറേ പേരുണ്ടല്ലോ, അവരെല്ലാം സന്തോഷിച്ചു. അങ്ങനെയാണ് ഈ ചാക്കോയെ വിളിച്ച് ഒരു വണ്ടി കെട്ടി കൊണ്ടുപോകുന്നത്. സത്യത്തിൽ അതിന്റെ വേറൊരു പതിപ്പാണ് സംഭവിച്ചത്. ഒരു മനുഷ്യനെ കിട്ടി, തപ്പി, അയാളുടെ നിർഭാഗ്യം. ഞാൻ പറഞ്ഞത് ഇപ്പൊ കരുത്തുള്ള ഒരു സ്ട്രോങ് ആയിട്ട് മനുഷ്യനായിരുന്നെങ്കിൽ ഇതിനെതിരെ ശക്തമായ രംഗത്ത് വന്ന് ഇതിനെ പൊളിച്ചെടുക്കാൻ തീരുമാനിച്ചേനെ. ഇയാൾ ഇതിനൊന്നും നിൽക്കാത്ത ആളായതുകൊണ്ട് പിറന്നാളായിരുന്നു പറഞ്ഞത്. അതാണ് ഏറ്റവും സങ്കടം. ഈ വെള്ളിയാഴ്ച ആയിരുന്നു സംഭവം ഉണ്ടാകുന്നത്. ശനിയാഴ്ച രാത്രിയാണ് മരിക്കുന്നത്. ശനിയാഴ്ച ആളുടെ പിറന്നാളായിരുന്നു. ഇതെന്തൊരു വല്ലാത്ത അവസ്ഥയാണ് ഇത്. ആ മനുഷ്യന് താങ്ങാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. അയാൾ ജീവൻ കൊടുക്കാൻ തീരുമാനിച്ചു. കാരണം രാജ്മോഹൻ, നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയല്ല ഈ അപമാനം, അപവാദം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് മനുഷ്യനെ തകർത്തുന്നു. മനുഷ്യന്റെ മനസ്സ് നമുക്കൊരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഒരാളങ്ങ് അപമാനിക്കുന്നു, ഇതിൽ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും, എങ്ങനെ ഇത് ന്യായീകരിക്കാൻ പറ്റും, സമൂഹം എന്നെ എങ്ങനെ കാണും, കുടുംബം എങ്ങനെ കാണും,
അത് ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നതാണ്. അച്ഛനും അമ്മയും വീട്ടിൽ ജീവിച്ചിരിക്കുന്നവരാണ്. അവരെങ്ങനെ കാണും? ഇവർ നിരപരാധിയാണെന്ന് വിശ്വസിക്കണം. നമ്മ ആശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ. ഭാര്യയായിട്ട് അയാൾ പിണങ്ങി കഴിയുമായിരുന്നു. അങ്ങനെ എന്താ വിഷയമുണ്ടോ? ഒന്നാമതേ ഭാര്യയായി പിണങ്ങിയതിൻ്റെ ഒരു മാനസികാവസ്ഥയിൽ കഴിയുകയാണ് അയാൾ. ഈ സാഹചര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അയാൾ പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇങ്ങനെ മരിക്കാതെ അപമാനം സഹിച്ച് ജീവിക്കുന്ന എത്ര മനുഷ്യരുണ്ട്? എത്രയോ പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ, എത്ര പേരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് രാജ്മോഹൻ, നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ഗൗരവത്തോടെ എടുക്കേണ്ട പോയിന്റ് അപ്പോൾ ഇതിനായിട്ട് ഞാൻ അതിൻ്റെ അകത്തൊരു പെൺകുട്ടിയുടെ മറ്റേ നടൻ കണാരൻ, ഹരീഷ് കണാരൻ അയാളൊരു സംഭവം പറയുന്നുണ്ട്. വേറൊരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റർ. മുമ്പൊരിക്കൽ ഈ ബസ്സിൽ, മറ്റൊരു ബസ്സിൽ ഈ മനുഷ്യൻ, ഈ മരിച്ച ദീപക് യാത്ര ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടി അവർക്കുണ്ടായ ഒരു അനുഭവം വിവരിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടിക്ക് ആർത്തവം കാരണമുള്ള കഠിനമായ വയറുവേദന കാരണം ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവിടെ നിൽക്കായിരുന്നു. ഇത് എന്താ നിങ്ങൾ വല്ലാതിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുകയും സംസാരിച്ചിരുന്ന ആ കുട്ടിക്ക് പരീക്ഷ എഴുതാൻ പോകണം. ആ എല്ലാ കാര്യങ്ങളും അയാൾ ഒരുപാട് ആശ്വാസം പറയുന്ന മനുഷ്യൻ, വളരെ മാന്യമായി പെരുമാറി ആശ്വസിപ്പിക്കുകയും ചെയ്തു എന്നാണ് ആ പെൺകുട്ടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടേക്കുന്നത്. അത്തരത്തിൽ ഒരുപാട് പേര് ഞാൻ പറഞ്ഞ് വളരെ വൈകാരികമായി ഇപ്പം വൈകാരികമായി ചീത്ത വിളിച്ചും ബഹളം വെച്ചും ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ രംഗത്ത് കാണുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങൾ സംസാരിക്കണം. ഒന്നാമത്തേത്, എന്താണ് ഇതിന് പരിഹാരം? ഞാൻ പറഞ്ഞത് കേവലം ഒരു ദീപകിന്റെ മരണത്തിൽ ഒതുങ്ങുന്ന പ്രശ്നമല്ല. ഇത് കുറച്ച് കഴിയുമ്പോൾ ആളങ്ങ് മറന്നുപോകും. എല്ലാ സംഭവങ്ങളും അങ്ങനെ മറന്നുപോകും. പക്ഷേ ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് കർശനമായ നിയന്ത്രണങ്ങൾ, അതേസമയം നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിയമങ്ങൾ ഉണ്ടാവേണ്ട സമയമായി. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഇന്നിപ്പം ആർക്കും ആരെയും എന്തും അധിക്ഷേപിക്കുക, എന്തും പറയാം, എന്ത് വൃത്തിയോടെ പറയാം. ഞാൻ ഏറ്റവും കൂടുതൽ ഇരയാകുന്ന ഒരാളാണ്. അതെ, ഇപ്പം കണ്ടില്ലേ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ഞാൻ എപ്പോഴും ഇത്തരം ആക്രമണക്കിരയാകുന്ന ആളാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ഈ സതീശനെ അടിക്കാൻ വേണ്ടി ഞാനും സതീശനും തമ്മിലുള്ള അവിടെ നിൽക്കുന്ന അത് മാത്രമല്ല ഇവന്മാർ മെനക്കെട്ട് റിസർച്ച് ചെയ്തിട്ട് ഒന്ന് ഇഫ്താർ വിരുന്നിൽ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? എല്ലാ മാധ്യമ പ്രവർത്തകരെയും ക്ഷണിച്ചവർ എന്നെ വിളിച്ചു. പ്രധാനപ്പെട്ട എല്ലാ മാധ്യമ പ്രവർത്തകരും ക്ഷണിച്ചു. ഞാനും പോയി. ചെല്ലുമ്പോൾ വരുന്നവരോട് വർത്തമാനം പറയും. അതാണ് ഒന്ന്. രണ്ട്, സതീശൻ മറുനാടനെ സംരക്ഷിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞ് ഈ മീഡിയ കൊണ്ട് മാങ്ങത്തിനെല്ലാം കൊണ്ട് സതീശനോട് ചോദിക്കും. ഞങ്ങളങ്ങ് സംരക്ഷിക്കുന്നില്ല, കാരണം ഞങ്ങൾക്കെതിരെ പറഞ്ഞ ആളാണെന്ന് സതീശൻ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ആ വീഡിയോ കാണിച്ചിട്ട് അവന്മാർ പറഞ്ഞു. പിന്നെ സതീശൻ ഇൻ്റർവ്യൂ ഞാൻ എടുത്തപ്പോൾ, പണ്ടെടുത്തൊരു ഇൻ്റർവ്യൂ. പക്ഷേ ഇവർ മറന്നു പോകുന്നൊരു കാര്യം എന്താണെന്നറിയോ? ഞാൻ പിണറായി വിജയനുമായിട്ട് സൗഹൃദത്തിലായിരുന്നു. ഞാൻ പടം എടുത്ത് സൂക്ഷിക്കുന്ന പണിയില്ലായിരുന്നുകൊണ്ടല്ലേ. ഞാൻ AK സെൻറ്റർ എപ്പം വേണ്ടി എനിക്ക് പിണറായി വിജയൻ അടുത്ത് പോകായിരുന്നു. EP ജയരാജൻ ഈ അടുത്ത കാലത്ത് നമ്മുടെ പരിപാടി പങ്കെടുത്തിട്ടുണ്ട്. അതെ, മറ്റേ ഇയാളുടെ പേരെന്താ, കടകംപള്ളി സുരേന്ദ്രൻ നമ്മുടെ ഓഫീസിൽ എത്ര തവണ വന്നിട്ടുണ്ട്. MA ബേബി ഞാനും തമ്മിൽ ലണ്ടനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. സർക്കാർ പരിപാടി സർക്കാർ പരിപാടി പങ്കെടുത്തു. MA ബേബി ഇപ്പോഴത്തെ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവ് MA ബേബി ഞാനിവിടെ ലണ്ടനിൽ ഒരുമിച്ച് എത്രയോ ദിവസങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എൻ്റെ തിരുവനന്തപുരത്ത് വീടിൻ്റെ കയറി താമസത്തിന് പാലുകാച്ചിലിന് MA ബേബി വന്നിട്ടുണ്ട്. അന്ന് ദീർഘകാലമായിട്ട് MA ബേബിയായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഇവരായിരുന്നു അറിയുന്നില്ല. ആവശ്യമുള്ള സാധനം മാത്രം എടുത്ത്. എന്ന് മാത്രമല്ല, ഇവർ പറയുന്ന മാതിരി ഞാൻ എവിടെയാണ് വർഗീയത പറഞ്ഞിട്ടുള്ളത്? ഞാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർക്കുന്നുണ്ട്, പക്ഷെ ഞാനിവിടെ വർഗീയത പറഞ്ഞിരിക്കുന്നത്, വർഗീയത പറയുന്നു എന്ന് പറയുന്നത് ഇവരുടെ ഒരു ക്യാപ്സ്യൂളാണ്, സ്ഥിരം രീതിയാണല്ലോ. ഇവരാരെങ്കിലും പറയട്ടെ, ഞാൻ പറഞ്ഞ ഞാൻ ഇസ്ലാമിനെ ഞാൻ എങ്ങനെയാണ് ഒരു മതത്തെ പരിഹസിക്കുന്നത്? അപ്പോൾ ഇത്തരത്തിൽ സൈബർ ആക്രമണം പറഞ്ഞു. കാരണം ലോകത്തെ ഏറ്റവും വൃത്തികെട്ട ജേർണലിസ്റ്റ്, മാധ്യമ പ്രവർത്തകർക്ക് തന്നെ നാണക്കേടെ, പണം വാങ്ങി വ്യാജ വാർത്ത എഴുതുന്നതൊക്കെ പറഞ്ഞ് എന്തെല്ലാം കഥകൾ. ഇങ്ങോട്ട് കിട്ടുന്ന പണം വേണ്ടെന്ന് നോക്കുന്നുണ്ട്. ഈവൻ പ്രൊമോഷൻ പോലും നമ്മൾ പൈസ ഇലക്ഷന് സമയത്ത്. അത് ഇപ്പോൾ ഞാൻ പറഞ്ഞ കേരളമോദി പത്രത്തിൻ്റെ സൺഡേ സപ്ലിമെൻ്റ് മുഴുവൻ പണം വാങ്ങിയിട്ട് ചെയ്യുന്നതാണ്. മനോരമ ഫിലിം പ്രൊമോഷൻ അടക്കം അവരുടെ പ്രധാനപ്പെട്ട പലതും ഇപ്പം ബിസിനസ് ഇതെല്ലാം പണം വാങ്ങി. അതൊന്നും തെറ്റല്ല, അതൊക്കെ ഒരു മാധ്യമ അതിന് കാലത്ത് അതൊക്കെ നടക്കത്തുള്ളൂ. അതുപോലും ചെയ്യാത്ത, ഒരാളോടും ₹1 മേടിക്കാത്ത നമ്മളെക്കുറിച്ച് പറയുന്ന കഥയാണ് ഇത്. ഇതിനൊക്കെ ഇപ്പോൾ ഉള്ള പരിഹാരം എന്താണെന്ന് വെച്ചാൽ ഡിഫമേഷൻ കേസ് കൊടുക്കാമെന്നുള്ളതാണ്. ഡിഫമേഷൻ കേസിന് നമുക്ക് കൊടുക്കുന്ന ആൾക്കാണ് തലവേദന. കാരണം നമ്മൾ ഡിഫമേഷൻ ക്രിമിനൽ കേസാണെങ്കിൽ നമ്മളൊരു തുക കെട്ടിവെക്കണം. അല്ല, ഡിഫമേഷൻ ക്രിമിനൽ കേസ് സിവിൽ കേസാണെങ്കിൽ നമ്മൾ തുക കെട്ടിവെക്കണം. നമ്മൾ കെട്ടിവെക്കണം, 10% കൊടുക്കണം. ക്രിമിനൽ കേസാണെങ്കിൽ നമ്മളൊരു 3 തവണയോ 4 തവണയോ കോടതിയിൽ പോയി നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം നമ്മൾ വിറ്റ്നസിനെ കൊണ്ടുവന്ന് വിസ്തരിച്ചതിന് ശേഷം കോടതി തീരുമാനിക്കും എടുക്കണോ വേണ്ടോ എന്ന്. അങ്ങനെയുണ്ട്. അപ്പം ഇതൊക്കെ മെനക്കേടാണ്. പിന്നെ ഓരോ തവണ നമ്മൾ പോകണം. എന്തെങ്കിലും ഒരു നമ്മൾ പോയില്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ലാമെന്ന് കേസ് തലക്കളയും. അപ്പോൾ കേസ് കൊടുക്കുന്നതിനാണ് പരിപാടി. അപ്പോൾ അതിന് സോഷ്യൽ മീഡിയയെ, നമ്മുടെ ഭരണഘടനാപരമായ അവകാശം സംരക്ഷിച്ചുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയെ കൺട്രോൾ ചെയ്യുന്ന ചില ഒരു അടിയന്തരമായ ആവശ്യം
നിയമം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അത് നമ്മുടെ രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകൾ പുരുഷന്മാർക്ക് വേണ്ടി വാദിക്കാറുണ്ട്. സത്യം അതിന് പ്രസക്തി ഉണ്ടെന്ന് അല്ല, അതിലേക്ക് വരാം. പിന്നെ നമ്മൾ ഈ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മറ്റ് ചില വിഷയങ്ങൾ കൂടിയുണ്ട്. ഒന്ന് ഇപ്പോൾ പറയുന്ന ഇൻസ്റ്റയിൽ ലൈവ് ചെയ്യുന്ന പരിപാടിയാണ്. കൂടാതെ ഇപ്പം ഈ സിനിമ ചാനലുകൾക്ക് വേണ്ടി ഒരുപാട്, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എന്നോട് ആ നടൻ സിദ്ദിഖിനോട് സംസാരിച്ചപ്പോൾ അവരൊക്കെ സഹികെട്ടിരിക്കുന്നത് വെച്ചാൽ കൊച്ചിയിൽ ഒരു പത്രസമ്മേളനം നടത്തിയാൽ ഒരു പത്രത്തിന് വരാൻ പറ്റത്തില്ല. ഇവർ 500 1000 മൊബൈലുകാരുണ്ട്, പ്രമുഖർ മരണം എല്ലായിടത്തും എന്ത് നടന്നാലും അവരുടെയൊക്കെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറി. അതുപോലെ സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പ്രതികരണം, ഇനി ഇതെല്ലാം പോട്ടെ, പ്രാങ്കാണെന്നും പറഞ്ഞ് ക്യാമറ വെച്ച് പറ്റിക്കുക. ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് ഇത് ഇവിടെയുള്ളൂ. സൗദി അറേബ്യ പോട്ടെ, സൗദി അറേബ്യ സ്ട്രിക്റ്റ് ആണ്. UAE-ലില്ല. UAE-ൽ എല്ലാവർക്കും അവനവൻ്റെ സ്വാതന്ത്ര്യ അവകാശം. പക്ഷെ അനാവശ്യമായി ഒരുത്തൻ്റെ വീഡിയോ എടുത്താൽ, ഫോട്ടോ എടുത്താൽ അപ്പം പണി കിട്ടും. റീൽസ് എടുക്കാൻ പോയി എവിടെ എന്തായാലും തല്ലും അടിയും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബ്രിട്ടനിൽ പുതിയ നിയമം കൊണ്ടുവന്നു സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ട്. സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരമായ വർഗീയത പറഞ്ഞാലും എന്ത് പറഞ്ഞാലും കേസാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നിരന്തരമായി നുണകളല്ല, വർഗീയതയും ഈ പറയുന്ന ഭിന്നിപ്പുമൊക്കെ ഉണ്ടാക്കുന്നവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നിയമം കൊണ്ടുവരണം. അതാണ് ഏറ്റവും. എനിക്കൊരാളുടെ വിരോധം ഉണ്ടെങ്കിൽ പരസ്യമായിട്ട് ഞാൻ വന്ന് സോഷ്യൽ മീഡിയ വിളിച്ച് ചീത്ത വിളിക്കുന്ന അയാളെ കുറിച്ച് സത്യമാണോ അല്ല എന്ന് ആർക്കറിയാം. ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞ രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകൾ പുരുഷ കമ്മീഷൻ വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ പുരുഷന്മാർക്ക് വേണ്ടി ചോദിക്കാനും പറഞ്ഞ ഇവിടെ ആരും ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരിപ്പോൾ ഒരു പ്രസ്ഥാനമൊക്കെ ആയിട്ട് ഇറങ്ങിയേക്കണം. സത്യത്തിൽ നമ്മൾ ആദ്യകാലങ്ങളിൽ നമ്മളിതൊരു ഒരു കോമാളിത്തനായി കണക്കാക്കിയിരുന്നെങ്കിൽ പോലും ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ നമുക്ക് തോന്നുന്നു അതിൻ്റെയൊക്കെ ഒരു ആവശ്യകത വരുന്നുണ്ട്. ഈ ദിലീപിനെയും രാഹുൽ ഈശ്വർ വളരെ വിചിത്രമായൊരു കഥാപാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് അവരുടെ ഇഷ്ടമാണ്. അയാൾക്ക് അത്യാവശ്യം ആഴത്തിലുള്ള അറിവ് പല വിഷയങ്ങളെക്കുറിച്ചുണ്ട്. മര്യാദയ്ക്ക് പെരുമാറുന്ന ആളാണ്. മര്യാദയ്ക്ക് പെരുമാറാൻ. പിന്നെ രാഹുലിൻ്റെ പല ഇടപെടലുകളിലും പലർക്കും സംശയം തോന്നാവുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഹാദിയ കേസിൽ രാഹുലിൻ്റെ ഇടപെടൽ വലിയ തോതിൽ ഈ ഹിന്ദു പ്രൊഫൈലുകൾക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങളുണ്ട്. അതൊക്കെ നിൽക്കുമ്പോഴും രാഹുൽ നല്ല ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ചാനൽ ചർച്ചകൾ, ദേശീയ ചാനൽ, റിപ്പബ്ലിക് TV, അപ്പം പക്ഷെ രാഹുലിനോട് എനിക്ക് തോന്നിയിട്ടൊരു വിയോജിപ്പ് എന്ന് പറയുന്നത്, എവിടെയെല്ലാം ഒരു കേസുണ്ടാവുന്ന ആ കേസിലെല്ലാം അയാൾ പുരുഷന്മാർക്കൊപ്പം സ്ത്രീകൾക്കെതിരുമായിരുന്നു. എന്ന് വെച്ചാൽ കടുത്ത സ്ത്രീ വിരുദ്ധനായി അയാൾ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അതായത് പുരുഷന്മാർ പലയിടങ്ങളിലും വ്യാജ കേസുകൾ ഉണ്ടാവാം, എന്നാൽ എല്ലാ കേസുകളും വ്യാജമാണെന്നും അതെ ആ രീതിയിലേക്കാണ് പുരുഷന്മാർക്ക് നേരെ ആക്രമണം നടത്താൻ ഇവരെല്ലാവരും ചെയ്യുന്ന പരിപാടി എന്ന രീതിയിൽ വരികയും വട്ടിയൂർക്കാവ് അജിത് കുമാർ എന്നൊരു കക്ഷി ഇവരുടെ നേതാവുണ്ട്, ഒരു മുടി. അപ്പോൾ ഇവരെല്ലാം കൂടി ഇങ്ങനെ ഒരു കോമാളി വേഷം കിട്ടുന്ന തരത്തിലേക്ക് ഇത് മാറി. ഇപ്പം രാഹുൽ ഈശ്വർ ജയിലിൽ നിന്ന് വന്ന് ഇറങ്ങിയ, ഇപ്പം രാഹുൽ 2 ആഴ്ച ജയിലിൽ കിടന്നു. ഇറങ്ങിയതിന് ശേഷം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ട്രോളും രാഹുലിനെതിരെയായിരുന്നു. ഓർക്കണം, അയാൾ 2 ആഴ്ച അനാവശ്യമായി ജയിലിൽ കിടന്ന ആളാണ്. കുറ്റം ചെയ്ത ആളല്ല. അപ്പോൾ നമ്മുടെ നിയമത്തിൻ്റെ ഒരു കുഴപ്പം കൊണ്ട് 2 ആഴ്ച ജയിലിൽ കിടന്ന ആളാണ്. ഇപ്പോഴും അയാളുടെ ജാമ്യം റദ്ദാക്കണം പറഞ്ഞ അപേക്ഷ കാത്തിരിക്കുകയാണ്. ഈ രാഹുൽ ഈശ്വർ 2 ആഴ്ച ജയിലിൽ കിടന്ന് വന്നപ്പം ഒരു സിമ്പതിയും ഒരു എമ്പതിയും ആരും രാഹുൽ ഈശ്വറിനെ കാണിച്ചില്ല. നേരെ മറിച്ച് ആ ദൃശ്യങ്ങൾ മുഴുവൻ രാഹുൽ ഈശ്വർ ഒരു തൂക്കിക്കൊണ്ട് വരുന്നു, ആരവിടുന്നു. ഇത് മുഴുവൻ കോമാളി ആയി മാറി. അതിൻ്റെ കാര്യം രണ്ടാണ്, രാഹുൽ ഈശ്വർ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കുറേ കക്ഷികളെല്ലാം പോയിരുന്നു, പുരുഷ പ്രസ്ഥാനത്തിന് ആൾക്കാർ നിന്നിരുന്നു. പിന്നെ മാത്രമല്ല രാഹുൽ തിരിച്ചു വന്നപ്പോഴും എന്താ പറയേണ്ട തരത്തിലാതെ ഭാര്യയെ വിളിച്ച് കെട്ടിപ്പിടിക്കുന്നു, അങ്ങോട്ട് കാണിക്കുന്നു, ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ ചില സംഭവങ്ങളൊക്കെ ഫോൺ വരുന്നുണ്ട്, ആരോ ഫോൺ അത് വക്കീല്. അപ്പോൾ അത്തരം പരിപാടികളൊക്കെ രാഹുൽ ഒരു കോമാളി വേഷം കിട്ടുകയും ഈ കോമാളി വേഷം നമ്മുടെ പരമ്പരാഗത ചാനലുകളുടെ ഈ കോമഡി പരിപാടികളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തു. അങ്ങനെ രാഹുലിൻ്റെ ഒരു മതിപ്പിന് കുറവ് വന്നിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ തന്നെ. എന്ന് മാത്രമല്ല ഈ രാഹുൽ ഈശ്വർ ഉയർത്തിക്കൊണ്ടുവരുന്ന പുരുഷ കമ്മീഷൻ അനുചിതമാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ടായിരുന്നു. ഞാനത് ഇന്നലെ സൂചിപ്പിച്ചു. അതായത് നമ്മൾ ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷനാണ് ഈ കമ്മീഷനൊക്കെ കൊടുക്കുന്നത്. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ നമ്മൾ കൊണ്ടുവരുന്നത് എന്തിനാണ്? സംരക്ഷണം ആവശ്യമുള്ള വ്യക്തികൾ. സ്ത്രീക്ക് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ വേണം. കാരണം സ്ത്രീ ദുർബലയാണ്. നമുക്ക് ആ പുരുഷന് ചെയ്യാൻ പറ്റുന്ന തരം കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പം ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ഏറ്റുമുട്ടിയാൽ തീർച്ചയായും സ്ത്രീ തോറ്റുപോകും. അതുകൊണ്ടാണല്ലോ പുരുഷനും സ്ത്രീക്കും വെവ്വേറെ ഒളിമ്പിക്സ് നടത്തുന്നത്. അതുകൊണ്ടാണല്ലോ എല്ലാ സ്പോർട്സ് ഇവന്റുകളും ഇവർക്ക് 2 വെവ്വേറെ ഉള്ളത്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഈ സ്ത്രീക്ക് വേണ്ടി വനിതാ കമ്മീഷൻ ഉണ്ടാക്കുന്നതും സ്ത്രീ സംരക്ഷണ നിയമം ഉണ്ടാക്കുന്നതൊക്കെ എല്ലാം ഉണ്ടാക്കുന്നു. ഇപ്പോൾ ആ കാര്യത്തിൽ ആ വിവേചനം മാറി കിട്ടും. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പോലീസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞാണ്,
വല്ലാത്തൊരു വിവേചനമായിരുന്നു. വനിതാ SI എന്ന് പറഞ്ഞെടുത്തിട്ട് അവർക്ക് ഈ ഉത്തരവാദിത്വം കൊടുക്കത്തില്ലായിരുന്നു. വനിതാ സെല്ല് അങ്ങനത്തെ ഈ പരിപാടികളായിരുന്നു. പക്ഷെ ഇപ്പം ഒരേ ടെസ്റ്റാണ്, ആണിനും പെണ്ണിനും ഒരുമിച്ച് ടെസ്റ്റ് എല്ലാ ഫിസിക്കൽ ട്രെയിനിങ് എല്ലാം നടത്തി എന്നിട്ട് പ്രിൻസിപ്പൽ ഒരു പോലീസ് സ്റ്റേഷനിലെ SHO അല്ലെങ്കിൽ CA എന്ന് പറഞ്ഞ പെണ്ണാവാം, ആ രീതിയിലേക്ക് മാറി. ഞാൻ പ്രൊമോഷൻ ആയില്ലെന്ന് തോന്നുന്നു ആ ബാച്ചിന് ഇതുവരെ. SI വന്ന ബാച്ച് ഇതൊരു CA ആയിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇൻചാർജ് ആയിട്ടില്ലെന്നുള്ളൂ, പ്രിൻസിപ്പൽസ് ആയിട്ട് വരാറ്. അപ്പം എന്നാൽ പുരുഷന്മാർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. ഭരണഘടനാപരമായിട്ട് ശരിയല്ല. കാരണം പുരുഷൻ ജനറൽ കാറ്റഗറിയാണ്, പ്രൊട്ടക്റ്റഡ് കാറ്റഗറിയാണ്. പുരുഷന്മാരിൽ തന്നെ SC/ST-കാർക്ക് സംരക്ഷണം ഉണ്ട്. അല്ലാതുള്ള ജനറൽ കാറ്റഗറി പുരുഷന് സംരക്ഷണം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്നോട് ഇദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, പിന്നെ എന്തിനാണ് യുവജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്നുള്ളതായിരുന്നു. യുവജന കമ്മീഷൻ ഉണ്ട്. അത് ലോജിക്കുള്ള ചോദ്യമാണ്. അവർ പ്രായപൂർത്തിയായ പുരുഷന്മാരാണല്ലോ, പിള്ളേരല്ലല്ലോ. ഈ എന്തുവിന് പേര് ബാലജനസഖ്യല്ലോ, പിന്നെ ബാലജനസഖ്യ ഉണ്ട്, അല്ല കമ്മീഷൻ, ചൈൽഡ് കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ. ബാലാവകാശ കമ്മീഷൻ ഓക്കെ പ്രൊട്ടക്റ്റഡ് ആണ്. എന്തിനാണ് യൂത്ത് കമ്മീഷൻ? യൂത്ത് കമ്മീഷൻ, യൂത്ത് വെൽഫെയർ ബോർഡ് ഉണ്ട്, 2 ഉണ്ട്. എന്തിനാണ് ഇത് രണ്ടും? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ അർത്ഥത്തിൽ. അതുപോലെ തന്നെ അടുത്ത ചോദ്യമുണ്ട്, ഈ മുന്നോക്ക വികസന കോർപ്പറേഷൻ എന്തിനാണ്? മുന്നോക്ക വികസന കോർപ്പറേഷൻ ഉണ്ട്. മുന്നോക്ക വികസന കോർപ്പറേഷൻ എന്തിനാണ്? മുന്നോക്കക്കാരെ വികസിപ്പിക്കാനാണ്. അപ്പം പിന്നെ പുരുഷന്മാരെയും വികസിപ്പിക്കാൻ എന്നതിന് രാഹുൽ ചോദിച്ചിരുന്നു. അപ്പം ഞാൻ ആ ഐഡിയോളജിയെ തള്ളിക്കളഞ്ഞിരുന്ന ആളാണ്. പക്ഷേ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ രാഹുൽ ഈശ്വർ പറയുന്നത് ശരിയാണ് എന്ന് പറയുന്നത്. പുരുഷന്മാർക്ക് വേണ്ടി പറയാൻ ആരെങ്കിലും വേണ്ടേ? പൊതുസമൂഹം എപ്പോഴും പുരുഷന്റെ ഭാഗം നിൽക്കില്ല. പുരുഷന്മാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള നിയമങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ളത്. അത് ശരിയല്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ പയ്യൻ്റെ കാര്യം ഓർക്കുക. ഈ ദീപക് എന്ന് പറഞ്ഞ ആൾ, ഈ പെൺകുട്ടി ഒരിക്കലും ഒരു പെണ്ണിൻ്റെ വീഡിയോ എങ്ങനെ എടുത്തിരുന്നെങ്കിൽ അപ്പം സിമ്പിൾ ഇത് മാത്രം. ഇപ്പം ഒരു പെണ്ണ് യാത്ര ചെയ്യുന്നു ബസ്സിലൂടെ, അവൾ ഒന്നും ചെയ്യണ്ട. പക്ഷെ അവളുടെ വീഡിയോ ഒരു പുരുഷനെടുത്താൽ അപ്പാകത്ത, അനുമതിയില്ലാതെ പടം എടുത്താൽ അപ്പാകത്ത. അത് 67A വരെ ഇടും IT ആക്ടിലെ. അത് അശ്ലീല ദൃശ്യം പകർത്തിയെന്ന് വരെ വരും. അതേസമയം പുരുഷൻ്റെ ദൃശ്യം സ്ത്രീ പറഞ്ഞാൽ കേസില്ല. അത് ഡിസ്ക്രിമിനേഷനാണ്. 2, ഒരു സ്ത്രീയെ അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടെന്ന് കരുതുക, അപ്പം തന്നെ ഈ പഴയ 354 ഉണ്ട്, ആ കേസ്. എന്തിനേറെ പോസ്റ്റ് ഇടണ്ട? മറുനാട് എനിക്കെതിരെ എന്നെ പാതിരാത്രി പോലീസ് പിടിച്ചോണ്ട കേസില്ലേ, അതൊരു സ്ത്രീയുടെ പരാതിയാണ്. അപ്പൊ ഭയങ്കര വാർത്താ കാര്യങ്ങളിലും മീഡിയ വണിലും ഒക്കെ സ്ത്രീ അധിക്ഷേപിച്ചു. വാസ്തവത്തിൽ എന്താണ്? അവർ നടത്തിയ തട്ടിപ്പിനെ കുറിച്ച് വാർത്ത കൊടുത്തു. എല്ലാവരും കൊടുത്തില്ല, നമ്മളാ കൊടുത്തത്. എല്ലാവരും കൊടുത്തല്ല, നമുക്ക് വിത്ത് ഡോക്യുമെന്റ്സ് കിട്ടി, നമ്മൾ കൊടുത്തു. അവർ വലിയ തട്ടിപ്പ് ദുബായ് വെച്ച് നടത്തിയിരുന്നു. ഈ വാർത്ത കൊടുത്തതിൻ്റെ പേരിലാണ് സ്ത്രീത്വത്തെ അധിക്ഷേപിച്ചുകൊണ്ട് രാത്രി പിടിച്ചുകൊണ്ട് പോകുന്നത്. ഇനി എന്തിനേറെ രാഹുൽ മാങ്കൂട്ടത്തിന് കേസെടുക്കൂ. രാഹുൽ മാങ്കൂട്ടത്തിന് 3 കേസിലും രാഹുൽ മാങ്കൂട്ടത്തെ അവർ കൊണ്ടുപോയി അങ്ങോട്ട് ക്ഷണിച്ചിട്ട് സംഭവിച്ച കാര്യങ്ങൾ. പിന്നീട് രാഹുലിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ട്. രാഹുൽ പൊളിറ്റിക്കലി അധാർമികതയാണ് കാണിച്ചത്. രാഹുൽ ഈ രാഷ്ട്രീയക്കാരൻ തന്നെ ഈ പെൺപിള്ളേരെ ചൂഷണമാണോ പെൺപിള്ളേരെ വീഴ്ത്താനായിട്ട് നമ്മുടെ മറ്റു പിള്ളേർ ചെയ്യുന്നതിന് വീഴ്ത്താൻ വേണ്ടി പാടില്ലായിരുന്നു. ഇതൊക്കെ സത്യമാണ്. ഇതൊക്കെ സത്യമാവുമ്പോഴും രാഹുൽ റേപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ രാഹുൽ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാണ് കേസെടുത്തിരിക്കുന്നത്, ജയിലിലടച്ചിരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഒരുപാട് പേരുണ്ട്, നിരവധി ആളുകൾ ഇവിടെ വന്ന്. ഞാൻ പറഞ്ഞ കൂട്ടിക്കൽ ജയചന്ദ്രൻ എന്ന് പറയുന്ന മിമിക്രി കലാകാരൻ, അയാൾ ഒരു പോക്സോ കേസിൽ പ്രതിയായി. ദീർഘകാലം അയാൾ മാറി നിൽക്കേണ്ടി വന്നു. അയാൾക്ക് സെഷൻസ് കോടതിയും ഹൈക്കോടതിയും ജാമ്യം നിഷേധിച്ചു. സുപ്രീം കോടതി പോലും നാളുകൾക്ക് ശേഷം, ഏതാണ്ട് 1 കൊല്ലത്തോളം കഴിഞ്ഞിട്ടാണ് അയാൾക്ക് ഇത് കിട്ടുന്നത്. അയാൾ CPM-കാരനാണെന്ന് ഓർക്കണം. ഇത് ഒരു കുടുംബ പ്രശ്നത്തിൻ്റെ തുടർച്ചയായിട്ടുണ്ടായതാണ്. യഥാർത്ഥത്തിൽ അയാൾ നിരപരാധിയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇന്ന് അയാൾ രാഹുൽ ഈശ്വരനെ പിന്തുണച്ചൊരു പോസ്റ്റ്. ഇയാൾ കടുത്ത ഇടതുപക്ഷക്കാരനാണെന്ന് തോന്നുന്നു, ഈ കുട്ടികൾ ചേച്ചി. അപ്പം ഞാൻ പറഞ്ഞത്, നമുക്ക് അന്ന് ഈ പറയുന്ന ഈ കൂട്ടിക്കൽ ജയചന്ദ്രനെ പിന്തുണച്ചതിൻ്റെ പേരിൽ ഈ സാബു കൊട്ടോട്ടി എന്ന് പറഞ്ഞൊരു യൂട്യൂബറുണ്ട്, ഒരു കൗൺസിലറൊക്കെയാണ്. അപ്പോൾ അയാൾ കൗൺസിലർ ആയതുകൊണ്ട് അയച്ചു കുറച്ച് കാര്യങ്ങളാണ്. ഈ കൂട്ടിക്കൽ ജയചന്ദ്രനെ പിന്തുണച്ചുകൊണ്ട് അയാൾ ഒരു വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ ഒരു ദിവസം രാത്രി ഇയാളെ പിടിച്ചുകൊണ്ടുപോയി, അയാളെ പിടിച്ചു ജയിലിലിട്ടു. അതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതായത് ഈ കൂട്ടിക്കൽ ജയചന്ദ്രനെ അനുകൂലിച്ചു എന്നൊരൊറ്റ കുറ്റകൃത്യത്തിനാണ് പിടിച്ചിട്ട്. മാത്രമല്ല ഈ ജീമോൻ കല്ലുപരിക്കൽ എന്നൊരു കക്ഷിയുണ്ട് ഈ തിരുവനന്തപുരം. അയാൾ
പാവത്താനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയെ പോകുന്ന എല്ലാം പോലെ ഏറ്റുപിടിക്കും. ഞാനിടപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ എടുക്കാമെന്ന് പറഞ്ഞു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പോയി പെട്ടിരിക്കുന്ന വെട്ടെന്ന് പറഞ്ഞാൽ എല്ലാം വെട്ടാണ്. എവിടെ ചെന്നാലും അയാൾ പോയി കുഴി ചാടും. അങ്ങനെയല്ല ആളുണ്ട്, എവിടെ പോയാലും എല്ലാത്തിലും അയാൾ അങ്ങനെ ഒരിക്കലും ഇതുപോലെ തന്നെ പോയി ഒരു പോക്സോ കേസിലകത്തായി. എന്നിട്ട് ഒടുവിൽ ഈ പോക്സോ കേസ് കൊടുത്തവർ തന്നെ കോടതി വന്ന് പറഞ്ഞു ഞങ്ങളെ ഇന്നയാൾ ചെയ്യിപ്പിച്ചതാണ്, ഇത് വ്യാജമല്ലെന്ന്. അപ്പം ഇവർക്കൊക്കെ ഉണ്ടാകുന്ന നഷ്ടം, സാമ്പത്തിക നഷ്ടം, നിങ്ങൾ ഈ കേസ് മാത്രം ഓർക്കും. മൂന്നാറിലെ അധ്യാപകന്റെ കേസ് കോളേജ് 10 വർഷത്തോളമൊക്കെ പോയി. അല്ല, അദ്ദേഹം ജയിലിൽ കിടന്നു. ജയിലിൽ കിടന്നു. ഒരു കുറ്റത്തിൽ അയാൾ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞ് ശിക്ഷിച്ചു. അതെ, എന്തിനാ ജയിലിൽ കിടന്നത്? കുടുംബം പോയി, എല്ലാം. ഒരു കോളേജ് അധ്യാപകനാണ്. കോപ്പി അടിച്ച പിള്ളേരെ പിടിച്ചു എന്നുള്ള ഒറ്റ കുറ്റത്തിന് എന്തല്ല നാട്ടിൽ നടക്കുന്നത്. മനുഷ്യൻ ജയിലിൽ കിടക്കാന്ന് ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കാം. അപമാനകരമായ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ വിവാദത്തിന് ഏറ്റവും കൂടുതൽ മൈലേജ് ഉണ്ടാക്കിയെടുത്തത് രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വർ പറഞ്ഞ പാഴ്വാക്കല്ല, അതിൽ കഴമ്പുണ്ട്. ഈ പുരുഷ കമ്മീഷനൊക്കെ കൊണ്ടുപോയാൽ മാത്രമേ ഈ നാട്ടിലെ പ്രശ്നം പരിഹരിക്കൂ. അതുവരെ ഒരു ഫെമിനിസ്റ്റ് വീക്ഷണത്തിനായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, രാഹുൽ മാങ്കൂട്ടത്തെ അറ്റാക്ക് ചെയ്യുന്നവരൊക്കെ രാഹുൽ പെൺ വേട്ടക്കാരൻ, മറ്റേ എന്തൊക്കെയാ പറയുന്നത്. അല്ല, ഇന്ന് തന്നെ ചില വനിതാ ആക്ടിവിസ്റ്റുകൾ ഇതിൽ പെൺകുട്ടി അനുകൂലിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നുണ്ട്. അത് പിന്നെ എല്ലായിടത്തും സ്വാഭാവികം. എന്താ അമ്മയെ തല്ലിയാലും 2 പക്ഷം എന്നുള്ള. എന്തായാലും ഈ വിഷയം നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ദീപക്കിൻ്റെ മരണം, ആ പെൺകുട്ടിയുടെ പേര് ഓർക്കാം, ഷംജിത്ത് ഷിംജിത മുസ്തഫ. അതുകൊണ്ടാണ് ഈ പേര് കൃത്യമായിട്ടും കിട്ടാത്തതുകൊണ്ടാണ് അത് പറയാൻ. നല്ല ആളുകൾ ഒരു ഷിംജിതയുടെ പേരെന്താ പറയാത്തത് ഒന്നുമല്ല. ഇതിൻ്റെ അത് വർഗീയതയും മതമൊക്കെ കലർത്തുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. മതം എന്ന് പറയുന്നത് ഒരു ഘടകമേ അല്ല. എന്തായാലും ഈ ദീപക്കിനെ നമുക്ക് രക്തസാക്ഷി എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ ആധുനിക കാലത്തെ ഈ നിയമങ്ങൾ, ഈ സ്ത്രീയെ സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന നിയമങ്ങൾ ദുരുപയോഗിക്കുന്നതിൻ്റെ ഭാഗമായി അനാവശ്യമായി ദുരിതം അനുഭവിക്കുന്ന പുരുഷന്മാരുടെയൊക്കെ രക്തസാക്ഷിയെ നമുക്ക് ഇയാളെ കാണേണ്ടി വരും. ഇതൊരു തുടക്കമാവണം. ഒരു നിയമനിർമ്മാണം അടക്കമുള്ള കൊണ്ടുവന്ന് ഇപ്പോൾ ഈ പുരുഷന്മാർ അനാവശ്യമായി വേട്ടയാടുന്നതിനെതിരെയുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഘടകമായി മാറണം. നന്ദി, നമസ്കാരം.